ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മീൻകറിയാണ് കേട്ടോ. നങ്ക്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള നങ്ക് തന്നെയാണ് കിട്ടിയത്. 3 എണ്ണം ഉണ്ട്. 3ഉം ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു നങ്കാണ് കിട്ടിയത്. കണ്ടില്ലേ? അപ്പോൾ ഇത് മാത്രമല്ല ഉള്ളത് കേട്ടോ. കുറേ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച്. ബാക്കിയെല്ലാം ഇതിനെക്കാട്ടിലും വലിയ നങ്കാണ്. ബാക്കി ഞാൻ പിന്നീട് കറി വെക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്തിടണേ. എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതുപോലെ തന്നെ ഞാൻ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ എൻ്റെ സംസാരം, അതിൽ എന്തൊക്കെ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മീനൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ മീനെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു വലിപ്പത്തിൽ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഒന്ന് അരപ്പ് റെഡിയാക്കി എടുക്കാം, അല്ലെങ്കിൽ കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അരപ്പിനായി ഞാൻ എടുത്തത് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ തേങ്ങ. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 വലിയ ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി. പിന്നെ എരിവുള്ള മുളക് പൊടി എടുക്കണം ഇല്ലവർക്ക് ഈ ചുവന്ന മുളക് പൊടിയുടെ അളവ് ഇച്ചിരി കുറച്ചിട്ട് പിന്നെ എരിവുള്ള മുളക് പൊടി 1/4 ടീസ്പൂൺ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അതിനായി ഞാൻ മിക്സിൻ്റെ മീഡിയം ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഈ ചെറിയ തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ തേങ്ങ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചുവന്ന മുളക് പൊടി 2 ടേബിൾ സ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ല പരുവത്തിന് അരച്ചെടുക്കാം. അപ്പോൾ മീൻകറിക്ക് വേണ്ടുന്ന അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല മഷി മാതിരി വേണം അരച്ചെടുക്കാൻ. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ മീനിൻ്റെ കഷ്ണത്തിലേക്ക് നമുക്ക് നല്ല പുളിയുള്ള മാങ്ങ നീളത്തിൽ മുറിച്ചത് മീഡിയം സൈസാണ് എടുത്തത്. അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നതാണ് മുരിങ്ങാക്കായ, ചെറിയ മുരിങ്ങാക്കായ. അതിൻ്റെ പുറത്തെ നാരൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റേ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടാ. അപ്പം അതിന് പകരമായിട്ട് 2 പച്ചമുളക് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുരിങ്ങാക്കായ ഇട്ടിട്ട് ആരൊക്കെയാണ് മീൻ വെച്ചിട്ടുള്ളത് എന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ മുരിങ്ങാക്കായും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നവർക്ക് അങ്ങനെ ആവാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് പിന്നെ തേങ്ങ അരപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ട് പാകത്തിലുള്ള വെള്ളം കൂടെ ഒന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ അരപ്പെല്ലാം ചേർത്തിട്ട് പാകത്തിനുള്ള വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് രുചിക്കനുസരിച്ചിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചേർക്കുന്നത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾക്ക് തിളച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവുക. അപ്പോൾ നമ്മൾക്കിനി ഏറ്റവും ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മീൻകറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഇതിലൊന്ന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ആദ്യം ഉപ്പ് കുറച്ചിട്ടിട്ട് പിന്നീട് കറിയൊക്കെ തിളച്ച് വരുന്ന സമയത്ത് ആണെങ്കിൽ ഉപ്പ് കുറഞ്ഞാലും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മൾക്ക് കുറഞ്ഞ തീയിലോട്ട് ഈ ഫ്ലെയിം ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് ചാറൊക്കെ കുറുകി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ബാക്കി നമ്മളെ ചട്ടി ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് തിക്കായിക്കോളും. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇല ഇടാം. ലാസ്റ്റ് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളി കൂടി ഒന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണേ. അപ്പോൾ ഉള്ളി വറവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മീൻ കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം.
അപ്പൊ അങ്ങനെ ഇതാ നമ്മുടെ നങ്ക് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ നങ്ക് കറിയിൽ മാത്രമല്ല കേട്ടോ മുരിങ്ങക്കായി ഇടുക. അപ്പോൾ നമ്മൾ അയിലക്കറി അയില ആയാലും മത്തി ആയാലും വേളൂരി നത്തല് എന്നീ കറി വെക്കുന്ന സമയത്തെല്ലാം നമ്മൾക്ക് അതിലേക്ക് മുരിങ്ങക്കായി ഇട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ഇടയ്ക്ക് വെക്കാറുണ്ട് ഇതുപോലെ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് മീൻകറി വെച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾ ഇടക്കിടക്ക് ഈ മീൻകറി തന്നെ ഇതുപോലെ തന്നെ ഉണ്ടാവും ടേസ്റ്റ്. ആ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് പിന്നീട് നിങ്ങൾ അങ്ങനെ മീൻകറി വെക്കൂലു. അപ്പോൾ അതുപോലെ തന്നെ അതിൽ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ല കൊഴുത്ത ചാറോട് കൂടി ചട്ടി ഒന്ന് ചൂട് ആറി വരുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ചും കൂടെ ഒന്ന് കൊഴുത്തിട്ടുണ്ട് കറി. അപ്പോൾ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ചാനൽ വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നേക്കരുതേ. കണ്ടില്ലേ? അപ്പോൾ ഇതാ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.